കുടുംബവുമായി ചേർന്ന് നിൽക്കുന്നവരും അവരെ സ്നേഹിക്കുന്നവരും അവർക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ആളുകളും ഇതിനെക്കുറിച്ച് ഒരു നിമിഷം പോലും ചിന്തിക്കാത്തവരുണ്ടാവില്ല. പ്രത്യേകിച്ചിട്ട് ഇതിൻ്റെ പ്രത്യാഘാതം കുടിൽ മുതൽ കൊട്ടാരം വരെയുള്ള എല്ലാ ആളുകളെയും ഒരുപോലെ ബാധിക്കുന്നൊരു പ്രശ്നമാണ്. എന്തിനേറെ പറയുന്നു, നമ്മൾ മലയാളികൾക്കിടയിൽ ഇത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യവുമാണ്. നമ്മുടെ നാട് പോലും ഇതിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളെല്ലാവരും നിത്യോപയോഗ സാധനമായി ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണയെക്കുറിച്ചും അതിൻ്റെ ഇപ്പോഴത്തെ ഉയർന്ന വിലയെക്കുറിച്ചുമാണ്. എനിക്ക് അതിൻ്റെ മുമ്പ് നിങ്ങളുമായി ഷെയർ ചെയ്യാനുള്ളത് ഈ വെളിച്ചെണ്ണ എന്ന പേര് എങ്ങനെ വന്നു എന്നാണ്. നമുക്കറിയാം, പണ്ട് കാലങ്ങളിൽ കറണ്ടുകളൊന്നും ഇല്ലാത്ത കാലത്ത് വിളക്കുകളായിരുന്നു ലൈറ്റിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ആ കാലത്ത് പല എണ്ണകളും ഉപയോഗിച്ചിരുന്നുവെങ്കിലും പ്രത്യേകിച്ചിട്ട് ഹിന്ദു സഹോദരന്മാർക്കിടയിൽ ദീപാരാധന അവരുടെ ആരാധനയായിട്ട് നിർവഹിച്ചു കൊണ്ടിരുന്ന സമയത്ത് കുറച്ച് പ്യൂരിറ്റി കിട്ടാനും കുറച്ചധികം ലൈറ്റ് കിട്ടാനും വേണ്ടി വെളിച്ചെണ്ണ അവർ ഉപയോഗിച്ചു പോന്നിരുന്നു. അങ്ങനെ സുഗന്ധമുള്ളതും അധികം ലൈറ്റുള്ളതുമായ ഈ എണ്ണയെ വെളിച്ചമുള്ള എണ്ണ എന്ന രൂപത്തിൽ വിളിച്ചു പോന്നു. പിൽക്കാലത്ത് കറണ്ട് വന്ന് വിളക്കുകളെല്ലാം അപ്രത്യക്ഷമായി എങ്കിലും ഇപ്പോഴും അതിൻ്റെ പേരിൽ വെളിച്ചെണ്ണ എന്ന പേരിൽ നിലനിൽക്കുന്നു. ഇതാണ്. ഇതിനെക്കുറിച്ച് നിങ്ങൾ മുമ്പ് കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം ഇവിടെ അറിയിക്കാവുന്നതാണ്.